വീണ്ടും ഇന്ത്യ ഒരു ലോകശക്തിയായി മാറുന്നതിനെയാണോ അവർ ഭയപ്പെടുന്നത്? ഒന്ന് ലോകശക്തിയായി മാറുന്നതാണ്. രണ്ട്, ഇതിപ്പോൾ ഞാൻ എന്നെപ്പോലുള്ള ആൾ, ഒരു ചരിത്ര വിദ്യാർത്ഥിയല്ല, സയൻറ്റിഫിക്കായി ചിന്തിക്കുന്ന ഒരാൾ പറയാൻ പാടില്ലാത്തതാണ്. പക്ഷേ ഞാൻ ലോജിക്കലായി ചിന്തിക്കുക, ലോജിക്ക് അവസാനിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഇനി അങ്ങോട്ട് വലിയ ശക്തിയായി മാറുന്നതിന് നമുക്ക് തടയാനൊക്കെ പറ്റും. ഈ വിരോധവാദം ഇതും സർവൈലൻസ് വളരെ സ്ട്രോങ് ആണ്. അതിലുപരി നമ്മുടെ പാസ്റ്റിലുള്ള, നമ്മുടെ പാരമ്പര്യത്തിലുള്ള എന്തോ ഒന്നിനെ അവർ പേടിക്കുന്നുണ്ട്. അതെന്തായിരിക്കാം? അത് നമ്മുടെ മിസ്റ്റിക് എലമെൻ്റാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ പറയുന്ന പല കാര്യങ്ങളും പൂർണ്ണമായും കഥകളാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മളവിടെ ചരിത്രം ചെയ്യുന്ന പരിപാടിയില്ല. സാഹിബിന് അവിടെ ചരിത്രം ഉണ്ടായിരുന്നു, സാഹിത്യമുണ്ട്. ഹോമറിൻ്റെ സാഹിത്യമുണ്ട്, അതേസമയം തന്നെ ഈ പറയുന്ന ഹെറോഡോട്ടസിൻ്റെ ചരിത്രം ഉണ്ടായിരുന്നു. അതെ, ഇവിടെ അതില്ല, രണ്ടും കൂടി ഒരുമിച്ചാണ്. അപ്പം മാത്രമല്ല, യൂറോപ്പിനെ പറ്റി അവർക്കറിയാം, ഇന്ത്യയെ പറ്റിയിട്ടുള്ള, ഇന്ത്യയിൽ മാർഷായിട്ട് ടെറിട്ടറിയിൽ ഒളിച്ചിരിക്കുന്ന കാര്യങ്ങളെ പറ്റി അവർക്കറിയില്ല. മാത്രം ഇന്ത്യ എപ്പോഴും ധാർമ്മികത വെച്ച് പുലർത്തിയിരുന്ന രാജ്യമാണ്. അപ്പോൾ ഇന്ത്യ സന്ദർശിച്ച വിദേശ സഞ്ചാരികളൊക്കെ പറയുന്നത്, നമ്മൾ രാത്രി യുദ്ധം ചെയ്യില്ല, കാലാളിനോടെ യുദ്ധം ചെയ്യുള്ളൂ, സ്ത്രീകളെയും കുട്ടികളെയും ഉപദ്രവിക്കില്ല, സാധാരണ ജനങ്ങളെ ഉപദ്രവിക്കില്ല, കുതിരക്കാരനോടെ യുദ്ധം ചെയ്യുള്ളൂ. ഇങ്ങനെ യുദ്ധത്തിൽ നമ്മൾ ധാർമ്മിക നിയമങ്ങൾ, യുദ്ധത്തിൽ വരെ ധാർമ്മിക നിയമങ്ങൾ പാലിച്ചിരുന്ന ആളുകളാണ്. നമുക്കൊരു കുട്ടി ഗർഭധാരണം നമ്മുടെ ഹിന്ദു ട്രഡീഷൻ അനുസരിച്ച്, ഹിന്ദു ഞാൻ മുസ്ലിമാണെന്ന് പറയാം, പക്ഷേ ഇവിടെയുള്ള എല്ലാവരും ക്രിസ്ത്യാനാണെങ്കിലും മുസ്ലിം ആണെങ്കിലും എല്ലാം ബേസിക്കലി ഹിന്ദു ആണ്. കളിച്ചത് ഹിന്ദു വിശ്വസിക്കുന്ന ആളാണ്. അതായത് അങ്ങനെ തോന്നുന്നത്. ഞാൻ ഹിന്ദു ആണെന്ന് RSS അല്ലെങ്കിൽ ഇവിടെ കാക്കായമാർ പിന്നെ വാളെടുക്കാണ്, കളിച്ച കളിയാണ് പറഞ്ഞത്. ബൈ റിലിജനായ മുസ്ലിം, ബൈ പ്രാക്ടീസായ മുസ്ലിം. അപ്പം ഹിന്ദു സിസ്റ്റം അനുസരിച്ച് ഒരു കുട്ടി ഗർഭധാരണം നടത്തുന്ന തൊട്ടിട്ട് അത് വാർദ്ധക്യത്തിൽ മരിക്കുന്നവരെയുള്ള ഒരുപാട് ചടങ്ങുകളുണ്ട്. ഇങ്ങനെ ലോകത്തൊരു നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അതിന് സംസ്കാരാസം എന്നൊക്കെ പറഞ്ഞാൽ ഉത്തരേന്ത്യയിൽ അത് വലിയ ഇതാണ്. ഓരോ ഘട്ടത്തിലുണ്ട്. പിന്നെ മനുഷ്യൻ്റെ ജീവിതത്തിൽ 4 ഘട്ടങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഈ പറയുന്ന പോലെ എന്താണ്, ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം, വാനപ്രസ്ഥം, ഈ 4. ഈ സ്റ്റേജ് അനുസരിച്ച് ഇങ്ങനെ അങ്ങേയറ്റം ധാർമ്മികതയിൽ അധിഷ്ഠിതമായിട്ടുള്ള, ശത്രുവിനെ പോലും സ്നേഹിക്കുകയും ശത്രുവിന് മനംമാറ്റം ഉണ്ടാക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അശോകൻ യുദ്ധം ചെയ്തിട്ട് അശോകനാണ് മനംമാറ്റം ഉണ്ടാകുന്നത്. തോറ്റ അശോകൻ. ഇത് ലോകത്ത് ഇവിടെ മാത്രമേ ഉള്ളൂ. അവിടെ നിന്നാണ് പിന്നെ ബുദ്ധമതം ലോകത്തിന് പല ഭാഗത്തേക്ക് സ്പ്രെഡ് ചെയ്യുന്നത്. ഈ ക്രിസ്തുമതം, ഇസ്ലാം മതം ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പേ ലോകത്ത് മറ്റു മതം സൈലൻ്റ് ആയിട്ട് ഇവരൊക്കെ പലപ്പോഴും കുതിരപ്പുറത്ത് വന്നിട്ട് വാളുകൊണ്ട് മതം ഉണ്ടാക്കിയവരാണ്. അല്ലാതെ മതം ഉണ്ടാക്കിയതാണ് ആര്? ഈ ബുദ്ധമതം. ഈ മതങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് ഈ സെൻട്രൽ ഏഷ്യയിലേക്ക് ഇതായിരുന്നു സ്ട്രോങ്, ഈ ബുദ്ധമതമായിരുന്നു സ്ട്രോങ്. അപ്പോൾ ഒരു സ്പിരിച്വലായിട്ടുള്ള, ആത്മീയമായിട്ടുള്ള, ധാർമ്മികമായിട്ടുള്ള ഒരടിത്തറ നമ്മുടെ രാജ്യത്തിനുണ്ട്. ഈ ധാർമ്മികത വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എൻ്റെ നിങ്ങളെ പേഴ്സണൽ ധാർമ്മികത അല്ല, ഒരു സംസ്കാരത്തിൻ്റെ ധാർമ്മികത അല്ല. ചൈനയിലും ജപ്പാനിലും ഒക്കെ ഇത് ഉണ്ടായിരുന്നു, പക്ഷേ വെസ്റ്റേണൈസേഷൻ സ്വാധീനമുണ്ട്, അത് കുറഞ്ഞു വന്നിട്ടുണ്ട് വൻതോതിൽ. പിന്നെ അവിടെ കമ്മ്യൂണിസം, മറ്റൊരു വെസ്റ്റേണൈസേഷൻ. അപ്പോൾ ഇവരൊക്കെ ഇവിടെ ലോകത്ത് നടത്താനും അവർ ഉദ്ദേശിക്കുന്ന പല അജണ്ടകളെന്ന് വെച്ചാൽ പല തിയറീസ് ഉണ്ട്. അതുപോലെ കോൺസ്പിറസി തിയറീസാണ്. ലോകത്തിൻ്റെ ജനസംഖ്യ കുറയ്ക്കണം, കാരണം ഭൂമിയുടെ ക്യാരിയിങ് കപ്പാസിറ്റി കഴിഞ്ഞു, അതിന് യുദ്ധങ്ങൾ വേണം. ഇപ്പം തന്നെ നിങ്ങൾ ലോകത്ത് മൊത്തം അനാർക്കിയുണ്ട്. ഇനിയും ലോകമഹായുദ്ധം ഉണ്ടായാൽ ലോകം നശിച്ചു പോകുന്ന അവസ്ഥയാണ്. ഇതിനൊക്കെ ഒരു ബ്ലോക്കായി നിൽക്കുന്ന എന്തോ ഒരു ഫാക്ടറാണ് ഇന്ത്യ. ഇന്ത്യയുടെ നിലപാട് വളരെ പൊളിറ്റിക്കലി, മെറ്റീരിയലി ഇമ്പോർട്ടൻ്റ് ആണ്. 2, ഇന്ത്യയുടെ ധാർമ്മികമായിട്ടുള്ള അടിത്തറ. ആ ധാർമ്മികമായിട്ടുള്ള അടിത്തറയുള്ള ഈ രാജ്യം ശക്തമായി നിൽക്കുകയാണെങ്കിൽ അത് അവരുടെ അജണ്ടകൾ നടപ്പിലാക്കാൻ പറ്റും. കാരണം യൂറോപ്പിന് അങ്ങനെ ഒരു ധാർമ്മികതയില്ലല്ലോ. അവരുടെ ധാർമ്മികത കുറച്ച് പൈസ ഉണ്ടാക്കി സായിപ്പ് ഉണ്ടാക്കി കൊണ്ടുവന്ന ധാർമ്മികതയാണ്. മനസ്സിലായോ? അല്ലാതെ അവിടെ പൈസ ഉണ്ടാക്കിയതിനു ശേഷം സായിപ്പ് ഒരു കപ്പൽ മുങ്ങും, അവസാനം കപ്പിത്താൻ രക്ഷപ്പെട്ടാൽ മതി എന്ന് പറയുന്നത്. അതുവരെ ഞാനങ്ങനെ രക്ഷപ്പെടുന്ന സായിപ്പല്ല. ഇവിടെ പണ്ടേ ദാരിദ്ര്യത്തിൻ്റെ സമയത്ത് അതാ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെ പണ്ടേ ഒരു വീട്ടിൽ ഭക്ഷണം അല്ലെങ്കിൽ പോലും കഴിക്കുന്നതിന് അടുത്ത വീട്ടിൽ നിങ്ങൾ കഴിച്ചോ എന്ന് ചോദിക്കുന്ന സംസ്കാരമുള്ള സ്ഥലമാണ്. യൂറോപ്പിൽ അങ്ങനെ സംസ്കാരം ഇല്ല, കളിച്ചതില്ല. ഇതിനവർ പേടിക്കുന്നുണ്ട്.